ക്ലാസ് 12 ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിൽ മെൻഡൽസ് ലോ പഠിക്കുമ്പോൾ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് എന്താണെന്നും മെൻഡൽ എന്തുകൊണ്ടാണ് പി പ്ലാന്റ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. CBSE സ്റ്റേറ്റ് സ്റ്റുഡൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ല എങ്കിൽ മെൻഡൽ എന്തുകൊണ്ടാണ് പി പ്ലാന്റിനെ തിരഞ്ഞെടുത്തതെന്നായിരിക്കാം ചോദിക്കുന്നത്. ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹം ഗാർഡൻ പീയിൽ പയറ് ചെടിയിൽ പൈസൺ സറ്റൈവ എന്നറിയപ്പെടുന്ന പയറ് ചെടിയിൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് കണ്ടക്റ്റ് ചെയ്തു. 7 വർഷം അദ്ദേഹം ഇതിൻ്റെ പരീക്ഷണത്തിലായിരുന്നു. 1856 മുതൽ 1863 വരെ അദ്ദേഹം ഇതിൻ്റെ ഫലമായിട്ട് ലാ ഓഫ് ഇൻഹെറിറ്റൻസ് കണ്ടുപിടിച്ചു. പേരൻസിൽ നിന്നും അവരുടെ ഓഫ്സ്പ്രിങ്സിലോട്ട് പാസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ജെനറ്റിക്കലി പിന്നെ ഹെറിഡിറ്റി പരമായിട്ടുള്ള ക്യാരക്ടേഴ്സും പാസ് ചെയ്യാറുണ്ട്. ഇതേപോലെ പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ് എത്ര ഡിഫറെൻ്റ് ആയിരിക്കുമോ അതിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ മെൻഡൽ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ആയതിനാൽ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ മാത്തമാറ്റിക്സിൻ്റെ ലോജിക്കും കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻഹെറിറ്റൻസിൻ്റെ പാറ്റേൺസിനെയൊക്കെ ബയോളജിയിൽ സോൾവ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു അത്ഭുതം നടന്നത്. അദ്ദേഹത്തിന് പയറ് ചെടിയിൽ 2 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 വ്യത്യസ്ത സ്വഭാവങ്ങളെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ടോൾ ഓർ ഡോർഫ് പ്ലാന്റ്സ്, ചെടികളിൽ പൊക്കം കൂടിയ ചെടി പിന്നെ പൊക്കം കുറഞ്ഞ ചെടി. പിന്നെ സീഡ്സിൻ്റെ കേസിൽ യെല്ലോ ഓർ ഗ്രീൻ സീഡ്സ്. അദ്ദേഹം കണ്ടെത്തിയ റിസൾട്ടാണ്. അദ്ദേഹം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എക്സ്പെരിമെൻറ്റ് ഒരു പയർ ചെടിയിൽ മാത്രമല്ല കണ്ടക്ട് ചെയ്തത്, ധാരാളം പയർ ചെടിയിൽ അദ്ദേഹം ഇങ്ങനെ കണ്ടക്ട് ചെയ്തു. അതിലെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സെൽഫ് പോളിനേഷൻ നടക്കുകയും ഓരോ ജനറേഷൻ കഴിയും തോറും സ്റ്റേബിളായിട്ടുള്ള സ്വഭാവം കാണിക്കാനായിട്ട് തുടങ്ങി. അതിൽ നിന്നും അദ്ദേഹം 14 പി വെറൈറ്റീസിനെ എടുത്തു. പെയേഴ്സായിട്ടാണ് 14 പി വെറൈറ്റീസിനെ അദ്ദേഹം സെലക്ട് ചെയ്തത്. 14 പയർ ചെടിയിൽ ആ വെറൈറ്റീസും സെയിം ആയിട്ടാണ് ഇരുന്നത്. പക്ഷേ ഒരു ക്യാരക്ടറിന് മാത്രം, ഒരു സ്വഭാവത്തിന് മാത്രം വ്യത്യസ്ത ട്രൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി ധാരാളം ചെടി കിടന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം പയർ ചെടിയെ തന്നെ ഈ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തതിനുള്ള കാരണമാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പി ഹാസ് മെനി ഡിസ്റ്റിങ്ക്റ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. പയർ ചെടിക്ക് ധാരാളം സ്വഭാവങ്ങൾ, വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പി പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സൊക്കെ സെൽഫ് പോളിനേഷൻ കാണിക്കുമായിരുന്നു. പിന്നെ ആർട്ടിഫിഷ്യലി ക്രോസ് പോളിനേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരുന്നു. സോ ഇത്രയും റീസൺസ് കൊണ്ടാണ് അദ്ദേഹം പി പ്ലാന്റിനെ തന്നെ ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തത്. ഇനി അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റിൽ സക്സസ് ആയതെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ സക്സസ്സിന് കാരണം അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അദ്ദേഹം ചെയ്ത വർക്കിൻ്റെ ആ ഒരു മെത്തേഡും കൂടെയാണ്. റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹീ സ്റ്റഡിഡ് ഓൺലി 1 ക്യാരക്ടർ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു ക്യാരക്ടറിനെ മാത്രമാണ് അദ്ദേഹം പഠിച്ചത്. അൺഡിസൈറബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ ക്രോസ് പോളിനേഷനിൽ നിന്നും അദ്ദേഹത്തിന് കഴിയാവുന്ന എല്ലാ ടെക്നിക്സ് യൂസ് ചെയ്തും അദ്ദേഹം അതിനെ തടഞ്ഞു. ക്രോസ് പോളിനേഷൻ ഉണ്ടാവാതെ അദ്ദേഹം തടഞ്ഞു. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണെന്ന്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് എന്താണ് പോളിനേഷൻ എന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കൃത്യമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. സോ മെൻഡൽ സക്സസ് ആയ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ റിസൾട്ടിനെ അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ മെൻഡൽ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിൽ നിന്നും പയർ ചെടിയുടെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിൽ നിന്നും 7 വ്യത്യസ്ത ക്യാരക്ടേഴ്സിനെയാണ് അദ്ദേഹം അതിൽ നിന്നും സെലക്ട് ചെയ്തത്. സോ ഇത്രയും റീസൺസ് കൊണ്ടാണ് അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റിൽ സക്സസ് ആയിട്ടുള്ളത്. മെൻഡൽ പി പ്ലാന്റിൽ പഠിച്ച കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെമ്മിൻ്റെ ഹൈറ്റ്, ഫ്ലവറിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ പൊസിഷൻ, പോഡിൻ്റെ ഷേപ്പ്, പോഡിൻ്റെ കളറ്, സീഡിൻ്റെ ഷേപ്പ്, സീഡ് കളറ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്റ്റ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് സ്റ്റെമ്മ്. ആദ്യം നമ്മൾ സ്റ്റെം എടുക്കുക. സ്റ്റെമ്മിൽ അദ്ദേഹം നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഹൈറ്റ് മാത്രമാണ് അദ്ദേഹം സ്റ്റെമ്മിൽ നോക്കിയത്. അപ്പോൾ ഹൈറ്റ് വെച്ചിട്ട് അദ്ദേഹത്തിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് കിട്ടി. ഒന്ന് ടോളും മറ്റേത് ഡോർഫും.
ടാൾ ഡോമിനൻ്റ് ക്യാരക്ടറാണ്, മീൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഡോർഫ് എന്ന് പറഞ്ഞാൽ റെസസീവ്, എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടറാണ്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ കേസ് അവിടെ കഴിഞ്ഞു. സ്റ്റെം കഴിഞ്ഞ അടുത്ത ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവറിൽ രണ്ട് ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും. ഒന്ന് ഫ്ലവറിൻ്റെ കളർ, രണ്ടാമത് ഫ്ലവറിൻ്റെ പൊസിഷൻ. ഫ്ലവറിൻ്റെ കളർ അദ്ദേഹത്തിന് വയലറ്റ് അല്ലെങ്കിൽ എന്താണ് വൈറ്റ് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. ഫ്ലവറിൻ്റെ പൊസിഷൻ ആക്സിയൽ അല്ലെങ്കിൽ ടെർമിനൽ. അപ്പോൾ ഫ്ലവർ അവിടെ സെറ്റായി. അടുത്തിനി പോഡാണ്. പോഡിലും രണ്ട് ക്യാരക്ടേഴ്സാണ്, പോഡിൻ്റെ ഷേപ്പും പോഡിൻ്റെ കളറും. പോഡിൻ്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ഓർ കൺസ്ട്രക്റ്റഡ്, പിന്നെ പോഡിൻ്റെ കളർ ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ. അപ്പോൾ പോഡ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി സീഡിന് രണ്ട് ക്യാരക്ടേഴ്സ് പോഡ് പറഞ്ഞ പോലെ ഷേപ്പും ഉണ്ട് കളറും ഉണ്ട്. ആദ്യത്തെ സീഡ് ഷേപ്പ് നോക്കാം, റൗണ്ട് ഓർ റിങ്കിൾഡ് സീഡ്, അതായത് റൗണ്ട് ആയിട്ടുള്ളത് പിന്നെ റിങ്കിൾഡ് ചുക്കിച്ചുളിഞ്ഞ ആ ഒരു സീഡ് കാണാൻ സാധിച്ചു. അടുത്ത സീഡിൻ്റെ കളർ നോക്കുമ്പോൾ യെല്ലോ ഓർ ഗ്രീൻ. മെൻ്റൽ സ്റ്റഡി ചെയ്ത കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ 7 ഉള്ളത്. സ്റ്റെമ്മിൻ്റെ ഹൈറ്റ്, ഫ്ലവറിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ പൊസിഷൻ, പോഡിൻ്റെ ഷേപ്പ്, പോഡിൻ്റെ കളറ്. പോഡെന്ന് പറയുമ്പോൾ സീഡിൻ്റെ തോടാണ്, ഔട്ടർ കവറിങ്ങിനെയാണ് പോഡെന്ന് പറയുന്നത്. സീഡിൻ്റെ ഷേപ്പ്, സീഡിൻ്റെ കളറ്, ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിലുള്ളത്. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിൽ ഉള്ള ഒരു പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലവറിൽ നിന്നും ആന്തറിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ആന്തറിനെ റിമൂവ് ചെയ്തതിന് ശേഷം പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യും പോളിനേഷൻ നടക്കാൻ വേണ്ടി. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെ പറ്റി ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. മെൻ്റൽ സ്റ്റഡി ചെയ്ത 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ച് വച്ചിരിക്കണം. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് മെൻ്റൽ സ്റ്റഡി ചെയ്ത 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എഴുതുക. നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കണം. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു.